അതായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ ഹോട്ട് ചർച്ചകളിൽ ഒന്ന് നടൻ രവി മോഹനുമായി ബന്ധപ്പെട്ടുള്ളത്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ കുടുംബ കാര്യങ്ങളൊക്കെയാണ് ചർച്ചയായിക്കൊണ്ടിരുന്നത്. വളരെ ശാന്തനായ സാധുവായ ഒരാൾ കടുത്ത മാനസിക വിഷമം കാരണം പ്രതികരിക്കാൻ തുടങ്ങിയാൽ പിന്നെ അതിനെ തടഞ്ഞു നിർത്താൻ ആർക്കും കഴിയില്ല. എൻ്റെ ഓഫീസ് ഇതാണ്, ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മറഞ്ഞു നിന്ന് ആക്രമിക്കാതെ നേരിൽ വന്ന് കാര്യങ്ങൾ സംസാരിക്കാം. ഇന്ന് കുറേ നാളുകൾ മൗനം പാലിച്ച രവി മോഹൻ മാധ്യമങ്ങളോട് പൊട്ടിത്തെറിച്ച് പറഞ്ഞ വാക്കുകളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. തൻ്റെ കുഞ്ഞുങ്ങളെ കാണാൻ പോലും കഴിയാത്ത കാര്യവും വികാരാധീനനായി രവി പറഞ്ഞു. നമുക്ക് പരിശോധിക്കാം രവിയുടെ സത്യം, ഒപ്പം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. என்னைக்கு இந்த சைபர் புல்லிங் எல்லாம் நிற்குதோ என்னோட லைஃப்ஸ் ஹாப்பியஸ்ட் டேன்னு நான் ட்வீட் பண்ண அவனும் நானும் சேர்ந்து டிக் 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 படம் நடிக்கும் போது ஏன் பிள்ளைங்க நான் எப்படிங்க விடுவேன்? எப்படி வந்து ஒரு 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 டீமை அமைச்சு ஒருத்தனை எப்படி காலி பண்ணலாம்? நான் உயிரோடு இருக்கக்கூடாது அவங்களுக்கு, மேக்ஸிமம் அதுதான். முடியல சார், நான் வந்து நடிக்க மாட்டேன்னு சொல்ல வரல சார், நடிக்க முடியலன்றது தான் நான் சொல்கிறேன் சார். அதுதான் உண்மை. என்னால் முடியட்டேன் 2 வருஷம் இன்னும் ஆடியன்ஸ் என் மேலே மரியாதை வச்சுருந்தா நான் வரேன், நான் பண்ணுறேன். அவங்களுக்காக தானே இத்தனை வருஷம் நான் பண்ணிட்டு இருந்தேன். எவ்வளோ கஷ்டங்கள் இருந்தாலும் தாண்டி தானே பண்ணிட்டு இருக்கேன். இன்னும் நிறைய நல்ல படங்கள் பண்ணுவேன். அப்படி எழுதி வச்சுருந்தா நான் பண்ணுவேன். നമ്മൾ ഇങ്ങനെ ഒരു രവി മോഹനെ ഇതിനു മുൻപ് കണ്ടിട്ടില്ല. നടൻ രവി മോഹന്റെ തർക്കങ്ങൾ പുതിയ വഴിത്തിരിവിലേക്ക് കടക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയാമായിരിക്കും, കാരണം സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുള്ള എല്ലാവർക്കും ഈ അപ്ഡേറ്റ്സുകൾ വരുന്നുണ്ടാകും. ഭാര്യ ആരതി രവിയുമായുള്ള അദ്ദേഹത്തിന്റെ വിവാഹമോചന കേസ് അതിപ്പം കോടതിയിൽ നിലനിൽക്കുകയാണ്. ഇതിനിടയ്ക്കാണ് ഗായിക കെനിഷ ഫ്രാൻസിസുമായുള്ള അദ്ദേഹത്തിന്റെ സൗഹൃദം. അത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾക്ക് തന്നെ വഴിവെച്ചിരുന്നു. വിഷയങ്ങളിൽ പ്രതികരിക്കാൻ രവി മോഹൻ ഇന്ന് മാധ്യമങ്ങളെ കണ്ടതിന് ശേഷമാണ് ഇത്രയും കാര്യങ്ങൾ വികാരാധീനനായി അദ്ദേഹം സംസാരിച്ചത്. തെന്നിന്ത്യൻ സിനിമാ ലോകത്തും ദശലക്ഷക്കണക്കിന് വരുന്ന ആരാധകരെയും ഒക്കെ ഒരുപോലെ അമ്പരപ്പിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ അപ്രതീക്ഷിതമായ ഒരു പ്രഖ്യാപനം കൂടി വന്നത്. മുൻ ഭാര്യ ആരതിയുമായുള്ള വിവാഹമോചന നടപടികൾ നിയമപരമായി പൂർണ്ണമായും അവസാനിക്കുന്നത് വരെ തന്റെ പുതിയ സിനിമകളൊന്നും ഇനി തിയേറ്ററിൽ റിലീസ് ചെയ്യില്ല എന്നാണ് താരം ഔദ്യോഗികമായി വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരുപാട് നാളത്തെ നിയമ പോരാട്ടങ്ങൾക്കും വ്യക്തിപരമായ പ്രതിസന്ധികൾക്കും ഒക്കെയും ഒടുവിൽ വിവാഹമോചനം പൂർണ്ണമായും ലഭിച്ചതിനു ശേഷം മാത്രമേ തനിക്കിനി ക്യാമറയ്ക്ക് മുന്നിലേക്ക് മടങ്ങിയെത്താൻ മാനസികമായി സാധിക്കുകയുള്ളൂ എന്നും അതീവ വേദനയോടുകൂടിയും നിരാശയോടുകൂടിയും രവി മോഹൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ രവിയുടെ സുഹൃത്തും ഗായികയുമായ കെനിഷ ഫ്രാൻസിസും ആരതി രവിക്കെതിരെ രംഗത്ത് വന്നിരുന്നു. നമുക്ക് കെന്നിന്റെ വാക്കുകൾ കൂടി കേൾക്കാം. இங்கே தானே இருக்கோம், உங்கள் கண்ணு முன்னால் தானே இருக்கோம். 2 பேர் இருந்தாலும் 10 பேராக இருந்தாலும் உங்கள் கண்ணு முன்னால் தானே இருக்கோம். சிஎம்முக்கே அவ்வளோ பிரச்சனை வந்து சிஎம் ஆயிட்டாரு, இதெல்லாம் ஒன்றுமே கிடையாது. And when the world is becoming a beautiful place, you guys are worried about who broke what, who did what, and what do you mean by understand? ശ്യാമിലി ശശിധരനാണ് നമുക്കൊപ്പം ചേരുന്നത്. ശ്യാമിലി ശശിധര, ഗുഡ് ഈവനിങ്. ഇപ്പോൾ ഈ തെന്നിന്ത്യൻ സിനിമാ ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു ഹോട്ട് ടോപ്പിക് തന്നെയാണ് രവി മോഹൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് നടന്ന കുടുംബ പ്രശ്നങ്ങളും അത് പിന്നീട് അദ്ദേഹത്തിൻ്റെ കരിയറിനെ എങ്ങനെയൊക്കെ ബാധിക്കുന്നു എന്നുള്ളതും. ഇപ്പം ഇവർ തമ്മിൽ ആരതി രവിയും രവി മോഹനും തമ്മിലുള്ള കുടുംബ പ്രശ്നങ്ങൾ അത് ഡിവോഴ്സിൻ്റെ വക്കിലേക്ക് എത്തി, അതിൽ കേസൊക്കെ നടക്കുകയാണ്. പക്ഷേ അപ്പോഴും ഈ ആരതിയെ ഫോളോ ചെയ്തവർക്കൊക്കെ അറിയാം, അവർ ഏതൊരു പോസ്റ്റ് ഇട്ടാലും അതിലൊക്കെയും അതിൻ്റെ ഉള്ളിൽ അന്തർലീനമായി കുറേ മീനിങ് ഉള്ള വാക്കുകളാവും അവരുണ്ടാവും. ഒരു ഫോട്ടോയ്ക്ക് താഴെ പോലും ഒരു നെടുനീളൻ വാക്കുകൾ ഉണ്ടാകും. അത് ആരെയാണ് ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം വളരെ വ്യക്തവുമാണ്. അങ്ങനെയായിരുന്നു. പക്ഷേ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ രവി മോഹൻ ഒരു ഘട്ടത്തിലും തയ്യാറായിരുന്നില്ല. കുറച്ച് നാളുകൾക്ക് മുൻപാണ്, കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ്, എനിക്ക് തോന്നുന്നു രവി മോഹൻ സ്റ്റുഡിയോസിൻ്റെയൊക്കെ ഒരു ഒഫീഷ്യൽ ഇനാഗുറേഷൻ ആ ടൈമിലാണ് കെന്നുമായി ഒരു പൊതുവേദിയിലേക്ക് അദ്ദേഹം എത്തുകയും ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയുകയും കെനിഷ ഫ്രാൻസിസ് തൻ്റെ ജീവിതത്തിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, ഒരാൾക്ക് മറ്റൊരാളുടെ ജീവിതത്തെ എത്രയധികം സ്വാധീനിക്കാൻ കഴിയും, ഒരാളെ എങ്ങനെ ലിഫ്റ്റ് ചെയ്യാൻ കഴിയും എന്ന കാര്യമൊക്കെ അദ്ദേഹത്തിൻ്റെ അമ്മയും ആ ചടങ്ങിലുണ്ട്. ആ ചടങ്ങിൽ വെച്ചാണ് വളരെ വൈകാരികമായി തന്നെ, ഇപ്പോഴുള്ള അത്രയും അല്ല എങ്കിലും സന്തോഷത്തിൻ്റെ മറ്റൊരു തലത്തിലേക്ക് എത്തി വളരെ വൈകാരികമായി തന്നെ അദ്ദേഹം സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതിനുശേഷം ഈ ഒരു റിലേഷൻഷിപ്പ് അത് പബ്ലിക്കായിരുന്നു. എല്ലാവരും അവരെ പൊതുവേദികളിൽ സ്വീകരിക്കുന്നതും അവർ ഒരുമിച്ച് ഒരു വേദിയിൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം പോലും കെൻ ഒരു പരിപാടിയിൽ പാടാൻ വേണ്ടി വരുന്ന ഒരു വേദിയിൽ രവി മോഹൻ്റെ കാലിൽ തൊട്ട് അനുഗ്രഹമൊക്കെ വാങ്ങിച്ചതിന് ശേഷം അവർ പാടാൻ പോകുന്നതൊക്കെ സമൂഹ മാധ്യമത്തിൽ അവരെ വിമർശിച്ചും അനുകൂലിച്ചും ഒക്കെ ഒരു പക്ഷമുണ്ടായിരുന്നു.
അതിനിടയിൽ വളരെ പെട്ടെന്നാണ് കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലത്തോട് കെന്നിൻ്റെ ഈ ഒരു വീഡിയോ വരുന്നതും പിന്നാലെ ഇന്ന് രവി മോഹൻ്റെ ഈ ഒരു പൊട്ടിത്തെറി വരുന്നതും. അതായത് ശ്യാമിലി ചേച്ചി, ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരാളുടെ കുടുംബ പ്രശ്നമാണ്, ആ ഒരു കുടുംബ പ്രശ്നം ഒരാളുടെ ജീവിതത്തെ തകർക്കുന്ന രീതിയിലേക്ക് വരെ എത്തിയിരിക്കുന്നു. അതല്ലെങ്കിൽ അയാളുടെ ഒരു കരിയറിനെ പോലും ഇല്ലാതാക്കുന്ന രീതിയിലേക്ക്, അയാളെ മാനസികമായ തകർച്ചയിലേക്ക് എത്തിയിരിക്കുന്നു. അതെ സേതു, അതായത് വ്യക്തിജീവിതം സ്വകാര്യതയായൊക്കെയാണ് നമ്മൾ പരിഗണിക്കുന്നത്. പക്ഷേ അങ്ങനെ ആയിരിക്കെ തന്നെ അത് സിനിമാക്കാരുടെയും രാഷ്ട്രീയ പ്രവർത്തകരുടെയൊക്കെ ഈ ജീവിതം, വ്യക്തിജീവിതം എന്നുള്ളത് അവരുടെ പൊതുജീവിതത്തെ കൂടി അതിൻ്റെ കൂടി വെളിച്ചത്തിൽ അപഗ്രഥിക്കുകയും വിമർശിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതി ദൗർഭാഗ്യവശാൽ നമുക്കിടയിലുണ്ട്. അതിന് പ്രത്യേകിച്ച് സംസ്ഥാനത്തിൻ്റെ അതിർത്തി വ്യത്യാസമൊന്നുമില്ല. അതിൽ കേരളത്തിലായാലും ശരി, തമിഴ്നാട്ടിലായാലും ശരി. തമിഴ്നാട്ടിൽ തൊട്ട് മുൻപ് നമ്മൾ ഇതൊക്കെ കാണുകയും ചെയ്തിരുന്നു. അത് അവിടുത്തെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വിജയുടെ കാര്യത്തിലാണ്. ഈ ഗണത്തിലേക്ക് നേരത്തെ തന്നെ വന്നു കയറിയ ഉയർത്തപ്പെട്ട ഒരു കുടുംബമാണ് രവി മോഹൻ്റേത്, നടൻ രവി മോഹൻ്റേത്. നേരത്തെ പ്രേക്ഷകർക്ക് പറഞ്ഞാൽ മനസ്സിലാവും, അദ്ദേഹം നേരത്തെ ജയൻ രവി എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹം പിന്നീട് പേര് മാറ്റുകയാണ് ഉണ്ടായത്. അപ്പോൾ രവി മോഹൻ്റെ കുടുംബം, ആ കുടുംബ കലഹം നേരത്തെ തന്നെ ഈ ഗണത്തിലേക്ക് ഉയർത്തപ്പെട്ടതാണ്. അപ്പോൾ ഇന്ന് ആൽവാർപേട്ടിൽ അദ്ദേഹം ഒരു വാർത്താ സമ്മേളനം വിളിക്കുകയാണ് ഉണ്ടായത്. ഇതിൽ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് നമുക്കുള്ളത്. അതിൽ ഒന്നാമത്തെ കാര്യം, ആരാധകരെ അങ്ങേയറ്റം നിരാശരാക്കിക്കൊണ്ട് അദ്ദേഹം ഒരു സുപ്രധാന പ്രഖ്യാപനം നടത്തുകയാണ് ഉണ്ടായിരുന്നത്. അത് ഔദ്യോഗികമായി മുൻ ഭാര്യ ആരതിയിൽ നിന്ന് വിവാഹമോചനം നേടുന്നതുവരെ ഇനി ഞാൻ സിനിമ അഭിനയം തത്കാലത്തേക്ക് ഇല്ല എന്നുള്ളതാണ്. തൻ്റെ ഒരു സിനിമയും ഇനി തിയേറ്ററുകളിൽ റിലീസ് ചെയ്യില്ല എന്നുള്ളതാണ് ഒന്ന്. മറ്റൊന്ന്, രണ്ടാമത്, തൻ്റെ ജീവിതം നശിപ്പിച്ചിരിക്കുന്നത് പേരിൽ 3 അക്ഷരമുള്ള ഇഡ്ലി നടിയാണ് എന്നുള്ളതാണ്. ഈ ഇഡ്ലി നടി എന്ന് പറയുമ്പോൾ തീർച്ചയായും നമ്മൾ സിനിമ വൃത്തങ്ങൾക്കിടയിൽ, അത് തമിഴ് സിനിമാ വൃത്തങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു വിളിപ്പേരുള്ളത് നടി ഖുഷ്ബുവിനാണ്. ആ ഖുഷ്ബുവിൻ്റെ കാര്യം, എന്തുകൊണ്ട് ഖുഷ്ബുവിനെ ഈ തരത്തിൽ പരാമർശിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നേരത്തെ തന്നെ രവി മോഹൻ മുൻ ഭാര്യ ആരതിയിൽ നിന്ന് അകന്നു കഴിയുന്ന സമയത്തും, മറ്റൊന്ന് നേരത്തെ തന്നെ സേതു സൂചിപ്പിച്ചതുപോലെ കെനിഷ ഫ്രാൻസിസ്, അവരെ ഒരു ഗായികയും മനഃശാസ്ത്ര തെറാപ്പിസ്റ്റ് കൂടെയാണ്. സന്നിഗ്ധ ഘട്ടത്തിൽ രവി മോഹൻ്റെ ജീവിതത്തിലേക്ക് അവർ വന്നു കയറിയതാണ്. എത്ര വലിയ ആശ്വാസമാണ് അവരൊക്കെ എന്നുള്ളത് രവി മോഹൻ തന്നെ നേരത്തെ തന്നെ പറഞ്ഞിരിക്കുന്നതുമാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ആരതി, അതായത് മുൻ ഭാര്യ, ഇവരുടെ സ്വകാര്യ ജീവിതത്തെയും ജയം രവിയുടെ പൂർവ്വകാല ജീവിതവും ഒക്കെ പരാമർശിച്ചുകൊണ്ട് വലിയൊരു കുറിപ്പൊക്കെ നേരത്തെ തന്നെ സോഷ്യൽ മീഡിയയിലും പിന്നീട് അതിന് തുടർച്ചയായി പല പോസ്റ്റുകളൊക്കെ ഇടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിലൊക്കെ ഈ പറയുന്ന നടിയടക്കം, അതായത് ഈ ഇഡ്ലി നടി എന്ന് വിളിപ്പേരുള്ള ഈ ഖുഷ്ബു എന്ന് നമ്മൾ അനുമാനിക്കുന്ന ഈ നടിയടക്കം വലിയ രീതിയിലുള്ള പിന്തുണ ആരതിക്ക് നൽകിയിരുന്നു എന്നുള്ളതാണ് പ്രധാനം. അതുകൊണ്ട് തന്നെ രവി മോഹൻ ഇന്ന് തൻ്റെ ജീവിതം നശിപ്പിച്ചത് ഈ പേരിൽ 3 അക്ഷരമുള്ള ഈ നടിയാണ് എന്ന് പറയുകയും ചെയ്യുന്നു. മറ്റൊന്ന്, ഇതിൻ്റെ ഒരു പശ്ചാത്തലം, അതായത് ഇത്രയും കാലം ഈ ഘട്ടത്തിൽ വലിയ സൈബർ ആക്രമണങ്ങൾ, കെനിഷ ഫ്രാൻസിസുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിൻ്റെ സൗഹൃദവുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ സൈബർ ആക്രമണം നേരിടുമ്പോഴും അദ്ദേഹം സിനിമാ ജീവിതവുമായി, അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതവുമായി മുന്നോട്ട് പോവുകയായിരുന്നു. ആ ഘട്ടത്തിലൊക്കെ അദ്ദേഹം മൗനം പാലിക്കുന്ന ഒരു കാര്യവും നമ്മൾ കാണുകയുണ്ടായിരുന്നു. അത്രയധികം മാന്യതയോട് മാത്രം നിയമപരമായ വഴിയിൽ അദ്ദേഹം വ്യക്തി ജീവിതത്തിലെ ഈ പ്രശ്നങ്ങളെ കൂടി കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുന്നതായിരുന്നു നമ്മൾ കണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഒരു വലിയ പൊട്ടിത്തെറിയിലേക്ക് എത്തുന്നത് പോലെയാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ ഒരു പശ്ചാത്തലം എന്നുള്ളത് കെനിഷ ഫ്രാൻസിസിൻ്റെ ആ വീഡിയോ തന്നെയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം ഒരു വീഡിയോ പങ്കുവച്ചത്. അവരടക്കം വലിയ തരത്തിലുള്ള മാനസിക സമ്മർദ്ദത്തിലാണ്. ഈ സൈബർ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ അവരൊരു മനഃശാസ്ത്ര തെറാപ്പിസ്റ്റ് കൂടിയാണ്. അവർക്കടക്കം അത്രയധികം വലിയ മാനസിക സമ്മർദ്ദം ഉണ്ടാകുന്നു. ഇനി രവി മോഹൻ നിങ്ങളുടേതാണ് എന്ന് പറഞ്ഞതുകൊണ്ട് കൂടിയാണ് ആ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ സൈബർ ആക്രമണം എന്നൊക്കെ പറയുന്ന സമയത്ത് ഇത് എത്ര പേരെ ബാധിക്കുന്നു എന്നുള്ളതാണ്.